തമിഴും മലയാളവും കന്നഡവും തെലുഗും തുളുവും എല്ലാം ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകളാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഇതുപോലെ മലയാളത്തിന്റെയും തമിഴിന്റെയും ഒക്കെ ഒരു സഹോദരി ഭാഷ, സിസ്റ്റർ ലാംഗ്വേജ്, അങ്ങ് കിഴക്കൻ പാകിസ്ഥാനിൽ സംസാരിക്കുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? പാകിസ്ഥാനിൽ മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ചില അതിർത്തി പ്രദേശങ്ങളിൽ ബ്രാഹുയി എന്ന ഈ ഭാഷ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. ബ്രാഹുയി ഭാഷ ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെട്ടതല്ലെന്ന് പറയുന്ന ഗവേഷകരും അനവധിയാണ്. തെക്കേ ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ദ്രാവിഡ ഭാഷയിൽ ഒരു ഭാഷ എങ്ങനെയാണ് കിഴക്കൻ പാകിസ്ഥാനിൽ എത്തിയതെന്ന സംശയം ഒരു വിഭാഗം ഗവേഷകർക്കിടയിലുണ്ട്. അതല്ല, നോർത്തിൽ നിന്നും തെക്കേ ഇന്ത്യയിലേക്ക് ഒട്ടേറെ പലായനങ്ങളുടെ ഭാഗമായി ദ്രാവിഡ ഭാഷാ ഗോത്രം എത്തിച്ചേർന്നതാണെന്ന നിഗമനവും